ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? അങ്ങനെ കുറേ നാളിന് ശേഷം നമ്മൾ വീണ്ടും ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. പെട്ടെന്ന് ധൃതി പിടിച്ച് എഡിറ്റ് ചെയ്തതാണ്, അപ്പോൾ അതിൻ്റേതായ കുറച്ച് മിസ്റ്റേക്കൊക്കെ ഉണ്ടാവും, എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ അന്ന് പോകുന്നതിന് മുമ്പേ എടുത്തു വെച്ച വീഡിയോ ആയിരുന്നു കേട്ടോ. അതായത് നമ്മൾ യാത്രയിലാണെങ്കിലും ആ സമയത്ത് നമുക്ക് എഡിറ്റ് ചെയ്ത് വെച്ച് എന്താ സ്കെഡ്യൂൾ ചെയ്തിടാമെന്നൊക്കെ വിചാരിച്ചായിരുന്നു. പക്ഷേ എനിക്ക് എഡിറ്റ് ചെയ്യാനും പോസ്റ്റ് ചെയ്യാനൊന്നും ഉള്ള സമയം കിട്ടിയില്ല. അതുകൊണ്ട് ഈ വീഡിയോ ഗാലറിയിൽ തന്നെ ഇടായിരുന്നു. അപ്പോൾ ഇപ്പോൾ എഡിറ്റ് ചെയ്തിടാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ഇതാ നല്ല ജലദോഷമുണ്ട്, അതുകൊണ്ട് തന്നെ സൗണ്ടിലൊക്കെ ചെറിയ വ്യത്യാസവും വോയിസ് കൊടുക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ അതെല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇന്നൊരു ക്ലീനിങ് കൈൻഡ് ഓഫ് വീഡിയോ ആണ്. കുറച്ച് ക്ലീനിങ് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ ന്യൂട്ടെല്ലയും അതുപോലെ തന്നെ ജാമൊക്കെ വെച്ച് ഒന്ന് ബ്രെഡിൽ സ്പ്രെഡ് ചെയ്തിട്ട് അത് അങ്ങനെ കഴിച്ചു. പിന്നെ ഒരു കോഫിയും ബനാനയൊക്കെ വെച്ച് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ അങ്ങനെ അങ്ങ് അതിലൊതുക്കുകയായിരുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. വേറെ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു ഇന്ന്. പല ദിവസവും പല മൂഡായിരിക്കും. പിന്നെ ഇത് നമ്മൾ ആ ഒരു യാത്ര പോകാനുള്ള കുറച്ച് തിരക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെയുള്ള ഒരു സമയം കൂടിയായിരുന്നു കേട്ടോ. അപ്പോഴാണ് ഞാൻ എൻ്റെ ഫ്രിഡ്ജൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടാമെന്ന് വിചാരിച്ചത്. കാരണം നമുക്ക് ഒരുപാട് സാധനങ്ങൾ അതിൽ നിന്ന് ഒഴിവാക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഫ്രിഡ്ജ് മൊത്തം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അതിലുള്ള സാധനങ്ങളൊക്കെ ഒഴിവാക്കുകയാണ്. എൻ്റെ കയ്യിൽ കൂടുതലും ഉണ്ടാവുക എന്താ പറയുക, നമ്മൾ തലേ ദിവസത്തെ ഫുഡ് എന്തായാലും ഉണ്ടാവും കേട്ടോ. എത്ര കുറച്ചുണ്ടാക്കിയാലും ബാക്കി ഉണ്ടാവും. പിന്നെ നമ്മുടെ വെജിറ്റബിൾസ് ഇടുന്ന ഇതിലൊക്കെ കുറേ ഡ്രൈ ആയിട്ടുള്ള നമ്മുടെ മിൻറ്റും അതുപോലെ തന്നെ നമ്മുടെ ചപ്പൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതെല്ലാം ഒന്ന് ഒഴിവാക്കിയിട്ട് നല്ലപോലെ ടിഷ്യൂ വെച്ച് തുടച്ചെടുക്കുകയാണ് കേട്ടോ. അതായത് ഇങ്ങനെ ചെളി പൊടി അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല, ഇങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ ഞാൻ നല്ല പോലെ ഒന്ന് തുടച്ചെടുത്തു. നമ്മളിവിടെ ഇനി ഒരു 1-2 മാസം കൂടെയൊക്കെ ഉണ്ടാവുള്ളൂ, എങ്കിൽ പോലും നമ്മൾ നിൽക്കുന്നതും നമ്മൾ ഉപയോഗിക്കുന്നതുമായ സാധനങ്ങളല്ലേ. അപ്പോൾ അതൊക്കെ എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇരിക്കുന്നത് തന്നെയല്ലേ നല്ലത്. നമ്മളിവിടുന്ന് പോകുമെന്ന് വിചാരിച്ചത് ക്ലീൻ ചെയ്യാണ്ടിരിക്കുന്നതിൽ ഇപ്പോൾ വലിയ കാര്യമൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാനിത് ക്ലീൻ ചെയ്യാന്നത്. ഇങ്ങനെ കുറേ വൃത്തിയില്ലാണ്ട് കിടക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നും. അപ്പോൾ ഞാൻ എന്തായാലും അങ്ങ് വൃത്തിയാക്കിയിടാമെന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് ഈ അടുക്കി ഒരു ഒതുക്കി വെക്കൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ചില ദിവസം അതിന് ഭയങ്കര മൂടായിരിക്കും കേട്ടോ. ചില ദിവസം എനിക്ക് ഒന്നും ചെയ്യാൻ തോന്നിയില്ല. മീൻസ് എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും തോന്നുന്നു. പിന്നെ ഇതുപോലെ ഞാൻ യൂട്യൂബിലൊക്കെ എന്തെങ്കിലും വീഡിയോസൊക്കെ കാണുമ്പോൾ എനിക്കൊരു എനർജി വരും കേട്ടോ, എന്തെങ്കിലും ചെയ്യാനും ഇതിനൊക്കെ ആയിട്ട്. അങ്ങനെയാകുമ്പോൾ അന്നത്തെ ദിവസം ഭയങ്കര ഒരു ഇതായിരിക്കും. എന്തെങ്കിലുമൊക്കെ ചെയ്താലോ, എനിക്കെന്തെങ്കിലും ക്ലീൻ ചെയ്യാം, ഒതുക്കാമെന്നൊക്കെ തോന്നും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ എപ്പോഴും ഓർഗനൈസ് ആയിട്ട് ഇരിക്കുന്നത്. പക്ഷേ മടി എന്നെ പലപ്പോഴും സമ്മതിക്കാറില്ല അതിന്.
അങ്ങനെ ഫ്രിഡ്ജ് മൊത്തം ഞാൻ തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഞാൻ എൻ്റെ ഓരോ സാധനങ്ങളും ഇങ്ങനെ എടുത്ത് എവിടേക്ക് വെക്കണം എന്നൊക്കെ ആലോചിച്ച് നല്ലപോലെ നോക്കിയതിന് ശേഷം ഞാൻ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുകയാണ്. പിന്നെ ഞാൻ നമ്മുടെ കൊറിയാണ്ടർ ലിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ നല്ലൊരു ബോക്സിലാക്കിയിട്ട് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നത് പോലെ ഫുഡും കാര്യങ്ങളൊക്കെ ഞാൻ ഇതുപോലത്തെ ബോക്സിലാക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ ബോക്സാക്കി വെക്കുമ്പോൾ തന്നെ നല്ലൊരു വൃത്തിയാലേ നമ്മുടെ ഫ്രിഡ്ജിനെ. പിന്നെ നമ്മുടെ പച്ചമുളക് ഉണ്ടല്ലോ, അതിൻ്റെ നെട്ടൊക്കെ കളഞ്ഞു വെക്കുമ്പോൾ എനിക്ക് തോന്നുന്നു കുറേ ദിവസം നിൽക്കുന്നു. കാരണം ഞാനിപ്പോൾ അന്ന് അങ്ങനെ വെച്ച് പോയിട്ട് ഇപ്പോൾ ഒരാഴ്ചയ്ക്ക് ശേഷം ആ മുളക് നോക്കുമ്പോൾ ഒരു കുഴപ്പമില്ല കേട്ടോ, നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാലം നിൽക്കുന്നതാണ് കേട്ടോ എനിക്ക് തോന്നിയത്. ഫ്രീസർ ഞാൻ ക്ലീൻ ചെയ്തിട്ടില്ലായിരുന്നുണ്ടോ, കാരണം അതിൽ കുറേ ഫിഷും കാര്യങ്ങളും അതും ഇതൊക്കെ ഉണ്ട്. പിന്നെ അത് അങ്ങനെ തന്നെ നിന്നോട്ടെ എന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞതാ ഈ ഒരു ഇതുണ്ടല്ലോ, ഇതിൽ ഭയങ്കര കൂറയാണ് കേട്ടോ. ഞാൻ എത്ര ഇതാക്കിയാലും കൂറ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കും. ഇപ്പം നമ്മൾ ഇവിടുന്ന് ഒരാഴ്ച പോയി എന്ന് പറഞ്ഞല്ലോ, അതിനുശേഷം തിരിച്ചു വന്നപ്പോൾ ഇവിടെ കൂറ മൊത്തം കൂറയാണ്. ഇനി അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാനുണ്ട്. ഫുൾ കബോർഡും കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് അതൊന്നുകൂടെ ക്ലീൻ ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു കബോർഡിലുണ്ടല്ലോ എപ്പോഴും കൂറേനെ കാണാം. അപ്പോൾ ഞാൻ അതിലുള്ള സാധനങ്ങളൊക്കെ എടുത്ത് ഒഴിവാക്കിയിട്ട് അത് നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കുകയാണ്. കാരണം കൂറ നമ്മുടെ ഫുഡിലൊക്കെ വന്നാൽ പിന്നെ അത് ബുദ്ധിമുട്ടാണല്ലോ. അതുകൊണ്ട് ഞാൻ അത് നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. ഇതിലാണ് കേട്ടോ നമ്മുടെ മെയിൻ ഗ്രോസറി സാധനങ്ങളൊക്കെ ഞാൻ കൂടുതലും വെക്കാറ്. നമ്മുടെ അരിയും അങ്ങനെയുള്ള എല്ലാ ഒരുവിധം പൊടികളും എല്ലാം ഇതിനകത്താണുള്ളത്. നമ്മുടെ ഈ ബേ ലീഫൊക്കെ വെച്ചാൽ കൂറ വരില്ല എന്നൊക്കെ പറഞ്ഞു കേൾക്കാം. പക്ഷെ ഞാൻ ഇതിൽ തന്നെയാണ് നമ്മുടെ എല്ലാ സ്പൈസസും കാര്യങ്ങളൊക്കെ വെക്കുന്നത്. എന്നിട്ടും കൂറ ശല്യത്തിന് ഒരു കുറവില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ടിപ്സ് അറിയും എന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ. അങ്ങനെ ഫ്രിഡ്ജ് ഒതുക്കലും ആ കബോർഡ് ഒതുക്കലൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ നിലവും എന്താ പറയുക കൗണ്ടർ ടോപ്പൊക്കെ. അപ്പോൾ കിച്ചൺ മൊത്തം അലമ്പായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ പോയിട്ട് അവിടെ നിലത്തുള്ള എല്ലാ വേസ്റ്റും എടുത്ത് അതെല്ലാം പെറുക്കി വെക്കുകയാണ്. എന്നാൽ പിന്നെ നമുക്ക് അടിച്ചു വരുമ്പോഴൊക്കെ സുഖമായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് വലിയ വലിയ വേസ്റ്റുകളെല്ലാം ഞാൻ എടുത്ത് ഒഴിവാക്കുകയാണ്. നമുക്കിവിടെ ലുലു പോയാലും ഏതൊരു ഷോപ്പ് പോയാലും ഇഷ്ടം പോലെ കവർ കിട്ടും കേട്ടോ. ഇവർ ഓരോന്നിനും സെപ്പറേറ്റ് കവർ തരുന്നുണ്ട്. ഇഷ്ടം പോലെ കവർ ഉണ്ടാവും. അപ്പോൾ ഞാൻ എല്ലാം ഈ ഗ്യാസ് സിലിണ്ടറിൻ്റെ മുകളിലാണ് വെച്ചിരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ അതെല്ലാം ഒന്ന് വൃത്തിക്ക് മടക്കി ഒതുക്കി വെക്കുകയാണ് കേട്ടോ. അത് മറ്റത് ഒന്നായിട്ട് ഇങ്ങനെ ഉണ്ട കുത്തി നിൽക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ അതിൽ നിന്ന് ഓരോന്നും എടുത്തിട്ട് നല്ല വൃത്തിക്ക് മടക്കി വെക്കുകയാണ്.
ഫ്രിഡ്ജ് ക്ലീൻ ചെയ്തപ്പോൾ എനിക്ക് 1-2 ശോഷിച്ച ക്യാരറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കേട് വന്ന ഭാഗങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് അത് വെച്ചിട്ട് നമുക്ക് സാലഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. വെറുതെ വേസ്റ്റ് ആക്കി കളയണ്ടല്ലോ. അത് ജസ്റ്റ് കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഉപ്പും മുളക് പൊടിയും നാരങ്ങ നീരും ചേർത്താൽ നല്ല ടേസ്റ്റ് ആണല്ലോ. അങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് ക്യാരറ്റ്. പക്ഷെ ഇങ്ങനെ ആകുമ്പോൾ ഒന്നും കൂടെ നമുക്ക് ചോറിനെല്ലാം എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനതങ്ങനെ കട്ട് ചെയ്ത് വെക്കുകയാണ്. അതെല്ലാം കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് കുറച്ചധികം പാത്രങ്ങൾ ഉണ്ടായിരുന്നേ കഴുകി വെക്കാൻ. അങ്ങനെ ഞാൻ പാത്രം കഴുകൽ പരിപാടികളിലേക്ക് കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എനിക്ക് പാത്രം കഴുകാൻ നിൽക്കാൻ ഇച്ചിരി മടിയുള്ള കാര്യമാണ്. എന്നാലും പിന്നെ നമ്മൾ തന്നെ കഴുകണമല്ലോ, വേറെ ആരും വരില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ തന്നെ കഴുകി വെക്കുകയാണ്. അങ്ങനെ കിച്ചണിലെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ തുണികൾ മടക്കാനുണ്ടായിരുന്നു. അതൊക്കെ മടക്കി വെക്കുകയാണ് കേട്ടോ. നമ്മൾ പകൽ സമയത്ത് അധികം അങ്ങനെ പുറത്ത് തുണികൾ ഇടാറില്ല. കാരണം വേഗം നരച്ചു പോകും. നല്ല വെയിലല്ലേ ഇവിടെ. നല്ല വെയിൽ തട്ടുമ്പോൾ തുണികൾ നരക്കും എന്നുള്ളതുകൊണ്ട് നമ്മൾ ഒരു 10 മണി രാവിലെ എഴുന്നേറ്റ് പോകുമ്പോൾ തന്നെ മിക്കവാറും ഓർമ്മയുണ്ടെങ്കിൽ വേഗം തുണി എടുത്തിട്ട് വരാറാണ് പതിവ്. ഓർമ്മയില്ലെങ്കിൽ അത് അവിടെ കിടക്കും, അത്രയേ ഉള്ളൂ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ ബെഡും കാര്യങ്ങളൊക്കെ വിരിച്ച് നല്ല വൃത്തിയാക്കിയിടുകയാണ്. എന്നും ഇതൊക്കെ തന്നെയാണ് കേട്ടോ പണി. രാവിലെ എഴുന്നേൽക്കുന്നു, എന്തെങ്കിലും ഉണ്ടാക്കുന്ന ദിവസമാണെങ്കിൽ ഇങ്ങനെ കുക്ക് ചെയ്യും. അത് കഴിഞ്ഞ് നമ്മുടെ അടിച്ചു വാരുക, തുടക്കുക, ബെഡ് റെഡിയാക്കുക. ഇതൊക്കെയാണ് ഇപ്പോൾ എൻ്റെ മെയിൻ പരിപാടികൾ. പിന്നെ നമുക്ക് കുറച്ച് തുണികൾ അലക്കാനുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അത് മെഷീനിലിട്ടു. അത് പിന്നെ സുഖമാണല്ലോ, മെഷീനിൽ അങ്ങിട്ട് കൊടുത്താൽ പിന്നെ കുറച്ച് കഴിഞ്ഞ് നമുക്ക് ചെന്ന് നോക്കിയാൽ മതി. അപ്പോൾ അതവിടെ കിടക്കട്ടെ. പിന്നെ ഞാൻ നേരെ പോയിട്ട് നമ്മുടെ സ്റ്റൗവും കാര്യങ്ങളൊക്കെ തുടച്ച് വൃത്തിയാക്കിയിടാണ് കേട്ടോ. കൗണ്ടർ ടോപ്പും സ്റ്റൗവും എല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടിട്ട് വേണം എനിക്ക് അടിച്ചുവാരി തൊടുക്കൽ പരിപാടികളിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. എനിക്ക് പണ്ട് തൊട്ടേ ക്ലീനിങ് കുറച്ച് ഇഷ്ടമുള്ള പരിപാടിയാണ്. കുക്കിങ്ങിനേക്കാളും എനിക്ക് താല്പര്യം ക്ലീനിങ് ആണ് കേട്ടോ. എല്ലാം കഴിഞ്ഞ് ആ ഒരു ഫൈനൽ ലുക്ക് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അതുകൊണ്ട് എന്താ അറിയില്ല, എനിക്ക് ഇങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ തുടച്ചും എനിക്ക് ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ്.
ഇന്ന് അത്യാവശ്യം നമ്മൾ എല്ലായിടത്തും ക്ലീൻ ചെയ്തുകൊണ്ട് തന്നെ നല്ല കച്ചറ ഉണ്ടായിരുന്നു കേട്ടോ, കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ എടുത്ത് അടിച്ചു വാരി ഇടുകയാണ്. ഇനി നമുക്ക് വേസ്റ്റ് എല്ലാം കൊണ്ടിടണം. അത്യാവശ്യം ഉണ്ടായിരുന്നു. കൂടുതൽ നമ്മുടെ മല്ലിച്ചപ്പിൻ്റെയും മറ്റേ എന്താ പറയുക മിൻ്റൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എൻ്റെ കിളയൊക്കെയാണ് കേട്ടോ കിടക്കുന്നത്. അപ്പം ഞാൻ എല്ലായിടത്തും നല്ല പോലെ ഒന്ന് അടിച്ചു വാരി ഇട്ടു. നല്ല വൃത്തിക്ക് അടിച്ചു വാരിയാൽ തന്നെ നല്ലൊരു എന്താ പറയുക ഒരു നീറ്റ്നെസ് തോന്നും നമുക്ക്. നല്ല വൃത്തിക്ക് അടിച്ചു വാരണം കേട്ടോ, എല്ലായിടത്തും നല്ലപോലെ വിരിച്ചിട്ട് ഇതാക്കിയാൽ. പിന്നെ തുടച്ചില്ലെങ്കിലും ഒരു വൃത്തിയാണ്, പക്ഷേ എനിക്ക് തുടച്ചാലേ അടിച്ചു വാരി എനിക്ക് തുടക്കണം, എന്നാലേ ഒരു സമാധാനം ഉണ്ടാവാറുള്ളൂ. അങ്ങനെ ഞാൻ അടിച്ചു വാരലെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ നേരെ തുടക്കാൻ പോയി. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഞാൻ ആദ്യം നമ്മൾ നിസ്കരിക്കുന്ന സ്ഥലത്ത് നിന്നാണ്ടോ ഫസ്റ്റ് തുടക്കുക, അത് കഴിഞ്ഞിട്ടേ ബാക്കിയുള്ളയിടത്തേക്ക് പോവുള്ളൂ. പിന്നെ അടിച്ചു വാരലും തുടക്കലെല്ലാം കഴിഞ്ഞ ശേഷം ഞാൻ കുളിച്ച് ഫ്രഷായി. അപ്പോൾ ഇന്ന് ഞാൻ ഇത്രയൊക്കെ തന്നെ വീഡിയോ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം. എങ്ങനത്തെ കൈൻഡ് ഓഫ് വീഡിയോ ആണ് നിങ്ങൾക്ക് ഇഷ്ടം എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. നിങ്ങളുടെ ഓരോ കമൻസും കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് അല്ലേ. ഇന്നിപ്പോൾ ഞാൻ ഒരുപാട് കമൻറ്റ് കണ്ടു, വീഡിയോ ഒരുപാടായി ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് കണ്ടപ്പോഴാണ് എനിക്ക് ഈ വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ളൊരു മൂഡ് തന്നെ വന്നത്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. ബൈ ഗൈസ്.